മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസമായിട്ട് ജോസ് വട്ടപ്പറമ്പിൽ എന്നൊരു വ്യക്തി എനിക്ക് ഇമെയിൽ അയക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇമെയില് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടത്, അതിൻ്റെ റിപ്ലൈ കൊടുത്തതിനോട് ഭയങ്കര താല്പര്യമുണ്ട്, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇമെയിൽ വളരെ പൊളൈറ്റായിട്ട് കൽപ്പം എന്ന് പറയുന്നത് എന്താണ്, അതൊന്ന് എന്തായാലും യൂട്യൂബിൽ വിവരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത് വിവരിച്ചിട്ടുണ്ട്, മഹാസങ്കല്പം വിവരിക്കുമ്പോഴും വിവരിച്ചിട്ടുണ്ട്. ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹ കൽപ്പേ വൈവസ്വതമന്വന്തരെ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ശാലിവാഹനശകേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ വർത്തമാനേ വ്യാവഹാരികേ ഡാഷ് നാമ സംവത്സരസ്യ ഉത്തരായണേ അല്ലെങ്കിൽ ദക്ഷിണായനേ മിഥുനേ അർഘ്യേ അല്ലെങ്കിൽ മേഷേ അർഘ്യേ അല്ലെങ്കിൽ വൃഷഭേ അർഘ്യേ എന്ന് പറഞ്ഞിട്ട് വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ജോസ് വട്ടപ്പറമ്പിൽ പേരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അറിയാനുള്ള താല്പര്യം, ഉജ്ജ്വലമായിട്ടുള്ള താല്പര്യമാണെന്ന് ഒരു ഹിന്ദു ലൈൻ ഫോളോ ചെയ്യാത്ത ആളാണെങ്കിൽ പോലും കണ്ടതുകൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം, അത് പഠിക്കണം. അത് വെറുതെ കേട്ടാൽ പോരാ, പഠിക്കാനുള്ള വരിയാണ് ഇപ്പോൾ പറയുന്നത്. കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയ സങ്കല്പപ്രകാരം നമ്മൾ വർഷങ്ങൾ, കാലം ചെറിയൊരു ഡ്യൂറേഷനായിട്ടല്ല എടുക്കാം. അനാദി മധ്യാന്തം അനന്തവീര്യം എന്ന് പറയുന്ന മാതിരി ആദിയും അന്ത്യവും മധ്യവും ഇല്ലാത്ത ഒന്നാണ് കാലം. ആ കാലത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബ്രഹ്മാവിൻ്റെ പല ബ്രഹ്മാക്കളുണ്ടെന്നാ പറയാം. അതൊരു കഥ, ഇമാജിനറിയാണ്. ഇമാജിനറി ആയിട്ട് ഒരു ബ്രഹ്മാവിൻ്റെ 1000 വർഷമാണ് ബ്രഹ്മാവിൻ്റെ കാലം. അതില് ഒരു കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. ഒരു കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ആ ഒരു കൽപ്പം എന്ന് പറയുന്നത് ഒരു സിനിമാ പാട്ടിൽ കൽപ്പാന്ത കാലത്തോളം എന്നൊരു വരിയുണ്ട്. അത് സാഹിത്യപരമായിട്ടെടുത്തതാണ്, അല്ലാതെ ആ കാലം ചെറിയ കാലമല്ല. കൽപ്പം എന്ന് പറയുന്നത് 14 മന്വന്തരങ്ങൾ ചേർന്നതാണ്. 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ഒരു മന്വന്തരം എന്ന് പറയുന്നത് 72 മഹായുഗങ്ങൾ ചേർന്നതാണ്. 1 കൽപ്പ is equal to 14 manvantaras. 1 കൽപ്പ is equal to 1 day of Lord Brahma, the creator. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം. And that kalpam is composed of 14 manvantaras. 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ഒരു മന്വന്തരം 72 മഹായുഗങ്ങളാണ്. 72 മഹായുഗാസ് കമ്പോസ് 1 മന്വന്തര. 72 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. 43,20,000 വർഷമാണ് ഒരു മഹായുഗം. 43,20,000 വർഷങ്ങളാണ് ഒരു മഹായുഗം. 43,20,000 വർഷം ചേർന്ന ഒരു മഹായുഗം ഇൻറ്റു 72 ഒരു മന്വന്തരം ഇൻറ്റു 14 ഒരു കൽപ്പം. ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? 4,32,000 ഇൻറ്റു 1, അത് കലിയുഗം. 4,32,000 ഇൻറ്റു 1 കലിയുഗം. ഇനി ദ്വാപരയുഗം എന്ന് പറയാ. ദ്വാ എന്ന് വെച്ചാൽ എന്താണ്? 2. ദ്വാ എന്ന് വെച്ചാൽ ദ്വി, 2. 4,32,000 ഇൻറ്റു 2 ദ്വാപരയുഗം. 4,32,000 into 1 is equal to Kali Yuga, the period of Kali Yuga. 4,32,000 into 2, Dwapara, Dvi means 2. So 4,32,000 into 2 Dwapara
Tredayuga, 3, Treda. 3 means 3. So 4,32,000 into 3 is equal to Tredayuga. Krita, generally known as 4. 4,32,000 into 4 is equal to Krita Yuga. So if you add all these together, 43,20,000. So the question, Kalpam എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് 14 മന്വന്തരങ്ങൾ ചേർന്നത് ഒരു കൽപ്പം. ഒരു മന്വന്തരം എന്ന് പറയുന്നത് 72 മഹായുഗം. ഒരു മഹായുഗം 43,20,000 വർഷം. അത് കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കൃതയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ചേർന്നതാണ്. അതില് ദ്വി, ത്രി, കൃ വരാൻ കാരണം കലിയുഗമാണ് ഏറ്റവും ചെറുത്, 4,32,000 വർഷം. അതിൽ 5,118 വർഷങ്ങൾ കഴിഞ്ഞു. 5,118 വർഷം കഴിഞ്ഞു കലിയുഗം തുടങ്ങിയിട്ട്. കലിയുഗം തുടങ്ങിയത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. Kaliyuga started 3,102 February 17th Thursday midnight 11:55 when the Sun, Moon, Mars, Mercury, Venus, Jupiter, Saturn came into the line of Alpha Aries point. സൂര്യനും ചന്ദ്രനും ഭൂമിയും ചൊവ്വയും ബുധനും ഗുരുവും ശുക്രനും ശനിയും മേടസംക്രാന്തി രേഖയിൽ അലൈൻ ചെയ്തതുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ യോഗം നടന്നു. അത് യുഗമായി മാറി. അതാണ് യുഗമായി മാറിയത്, കലിയുഗമായി നമ്മൾ പറയുന്ന കലിയുഗ ആരംഭം. അപ്പൊ കൽപ്പം എന്ന വാക്ക് വലിയൊരു നമ്പറാണ്. ഉദ്ദേശം നോക്കുക, 43,20,000 ഇൻറ്റു 72 ഇൻറ്റു 14 ഏതാണ്ട് 10,400 ശിഷ്ടം കോടി വർഷങ്ങൾ വരും. ഇതിപ്പോ ഈ ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം ആരംഭിച്ചിട്ട് 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിലാണ്. സപ്തതമേ മന്വന്തരി. 7ാമത്തെ മന്വന്തരത്തില് അഷ്ടാവിംശതിതമേ 28ാമത്തെ മഹായുഗത്തില് കലിയുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കൽപ്പം എന്ന വരിയുടെ അർത്ഥം മാത്രം പറയുകയാണെങ്കിൽ 72 മഹായുഗങ്ങൾ ചേർന്ന് 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ഒരു മഹായുഗം 43,20,000 വർഷം. അതില് കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കൃതയുഗം വരും. തിരിച്ചിട്ടാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം വരും. മനസ്സിലാക്കുക, പഠിക്കുക. 2-3 പ്രാവശ്യം കേട്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ വളരെ സിമ്പിളാണ് ഞാൻ കാര്യം പറഞ്ഞത്. പ്രണാമം. ജോസ് വട്ടപ്പറമ്പിലിനും അദ്ദേഹം ചോദ്യം ചോദിച്ചതുകൊണ്ട് ബാക്കിയുള്ളവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.